എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു തോരൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ബ്രക്കോളി വെച്ചിട്ടാണ് നമ്മളത് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് ബ്രക്കോളി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. ചോറിനും ചപ്പാത്തിക്കും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്യാം. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ബ്രക്കോളി തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബ്രക്കോളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 350 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പച്ചവെള്ളത്തിലാണ് കഴുകിയെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ ബ്രക്കോളിയുടെ താഴ്ഭാഗത്തൊരു കട്ടിയുള്ളൊരു ഭാഗം ഉണ്ടാവും. അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ബ്രക്കോളി എടുക്കുന്ന സമയത്ത് നല്ല പച്ചപ്പായിട്ടുള്ള ബ്രക്കോളി തന്നെ നോക്കിയെടുക്കുക. ചെറിയൊരു യെല്ലോയിഷ് കളർ വന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം നല്ല ഗ്രീനിഷ് കളറായിട്ടുള്ള ബ്രക്കോളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നതിന് ശേഷം നമ്മളിത് കോളിഫ്ലവറിൻ്റെ ഇതളുകൾ നമ്മൾ അടർത്തിയെടുക്കില്ലേ, അതേപോലെ ഇതൊന്ന് അടർത്തിയെടുക്കാം. ഒരു കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇത് അടർന്ന് കിട്ടും. അപ്പോൾ അതാ ഞാനിവിടെ അടർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കും. ഇത് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓൺ ചെയ്തൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ട് ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ അതവിടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രക്കോളിയുടെ പീസസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനൊരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നമുക്കിത് ഇങ്ങനെ വെച്ചിരിക്കാം. നമ്മൾ ബ്രക്കോളി ഇട്ടതിന് ശേഷം പിന്നെ ഇത് ഇട്ട് തിളപ്പിക്കരുത്. നമ്മൾ ചൂടായ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റി നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു 10 മിനിറ്റിന് ശേഷം ഞാനിവിടെ നന്നായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് എടുക്കുന്ന സമയത്ത് തന്നെ ഇത് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിങ്ങനെ നീളത്തിലൊക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം ഒന്ന് ചോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ എല്ലാവരും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തോരനിലേക്ക് വേണ്ട മിക്സ് ഒന്ന് റെഡിയാക്കി വയ്ക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 10-15 ചെറിയുള്ളി നന്നാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി എന്തായാലും ചേർക്കണം, നല്ലൊരു ഫ്ലേവറായിരിക്കും. പിന്നെ ഇതിലേക്കൊരു 2 എരിവുള്ള പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ആദ്യം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നാളികേരം ചേർക്കാം. നാളികേരം എത്ര കൂടുന്നു അതിനനുസരിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാ ഞാനിവിടെ നാളികേരം നന്നായിട്ട് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മിക്സും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അപ്പോൾ നമുക്ക് ബ്രക്കോളി തോരനാക്കാം. അതിന് വേണ്ടി സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച ഉണക്കമുളക് ചേർക്കുന്നുണ്ട്. ഇതെന്തായാലും ചേർക്കണം, നല്ലൊരു ഫ്ലേവറായിരിക്കും. അതിട്ട ഉടനെ തന്നെ നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രക്കോളിയുടെ പീസസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രക്കോളി ഓൾറെഡി ബോയിൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി അടച്ച് വെച്ചിട്ട് നമ്മളിത് വേവിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഇതിനകത്തേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഓൾറെഡി വെന്തതാണ്. ഇതൊന്ന് ഉലർന്ന് വന്നാൽ മതി. അപ്പോൾ നമ്മൾ ചേർത്ത തേങ്ങയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച കുത്തലൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് മാറി ഒന്ന് ഉലർന്ന് വന്നാൽ മതി. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ തേങ്ങയിലെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചക്കുത്തൊക്കെ പോയിട്ട് നല്ലൊരു ഫ്ലേവറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രോക്കോളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇതിന് നിങ്ങൾക്ക് ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്